രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിലാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. വിഷ്ണു തലവൂരുണ്ട്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, കേരളം ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഇത്തരമൊരു വലിയ നിർണായകമായിട്ട് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ കേരള ഗവർണർ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ വൈകിപ്പിക്കുന്ന ഒരു നടപടി കേരള ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെയൊക്കെ തന്നെ കേരളം നിയമ പോരാട്ടം നടത്തിയ സാഹചര്യത്തിലാണ് ഗവർണർ രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കുകയും പക്ഷേ ആ ബില്ലുകളിലും ഇപ്പോൾ തീരുമാനമെടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ലോകായുക്ത ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചിരുന്നു. മറ്റ് ബില്ലുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. 4 ബില്ലുകളാണ് ഇപ്പോഴും പെൻഡിംഗ് ആയിട്ട് നിലനിൽക്കുന്നത്, ഇപ്പോഴും പരിഗണനയിൽ ഇരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം വളരെ നിർണായകമായിട്ടൊരു നീക്കം, അതായത് നിയമ പോരാട്ടത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. റിട്ട് ഹർജിയിൽ സംസ്ഥാനം നൽകിയിരിക്കുന്ന ഹർജിയിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ ഗവർണറെയും എതിർകക്ഷി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ റിട്ട് ഹർജി നൽകിയിരിക്കുന്നത്. കീർത്തി.